ഇന്ന് ചിങ്ങമാസ പുലരിയിൽ ശബരിമല ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ 5-ന് തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് ക്ഷേത്രനട തുറന്നു. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങളുമായി. പ്രവീൺ, ചിങ്ങപ്പുലരി ഇന്നിപ്പോൾ തുറന്നിരിക്കുകയാണ്. ഇന്ന് ശബരിമല നട തുറന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് എന്നാണ് അറിയുന്നത്. പുലർച്ചെ 5-ന് തന്നെ ക്ഷേത്രനട തുറന്നിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനിൽ, ചിങ്ങം 1-ന് ഇന്ന് പുലരിയിൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിക്ക് തന്ത്രിമാരായ കണ്ഠരര് രാജീവരുടെ, മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് ക്ഷേത്രനട തുറന്നു. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, വലിയ ഭക്തജന തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. ചിങ്ങമാസ പൂജകൾക്കായി ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ശബരിമല ക്ഷേത്രനട തുറന്നത്. ഇന്നലെയും നല്ല ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ പ്രത്യേകിച്ച് പൂജകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 21-ാം തീയതി വരെയായിരിക്കും ഇപ്രാവശ്യം നട തുറന്നിരിക്കുക. വലിയ ഭക്തജന തിരക്ക് തന്നെ നമുക്ക് ഇപ്പോൾ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ഈ ശബരിമലയുടെ ക്ഷേത്രത്തിന് ഇപ്പോൾ ഭക്തജനങ്ങൾ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. പുലർച്ചെ 5-ന് നട തുറന്നപ്പോൾ മുതൽ തന്നെ ഈ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് നാം കാണുന്നത്. 21-ാം തീയതി വരെയായിരിക്കും പൂജകൾ ഉണ്ടാവുക. ഇന്ന് നമുക്കറിയാം, ഐശ്വര്യ സമൃദ്ധിയുടെ പ്രതീകമാണ്. ഇന്ന് പുതുവർഷമാണ്. മലയാളത്തിലെ ചിങ്ങം 1 ഐശ്വര്യ സമൃദ്ധിയുടെയൊക്കെ പ്രതീകമായാണ് മലയാളികൾ കാണുന്നത്. അന്ന് തന്നെ ഈ ചിങ്ങപ്പുലരിയിൽ പുലർച്ചെ തന്നെ നമുക്ക് വലിയ ഭക്തജന തിരക്ക് ശബരിമലയിൽ കാണുന്നു. ഐശ്വര്യ സമൃദ്ധിക്കും ചൈതന്യ വർധനവിനുമായാണ് ചിങ്ങപ്പുലരിയിൽ ഇന്ന് അയ്യപ്പ സന്നിധിയിൽ ലക്ഷാർച്ചന നടക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ്റെ കാർമ്മികത്വത്തിലായിരിക്കും കലശം പൂജിച്ച് നിറയ്ക്കുക. തുടർന്ന് 25 ശാന്തിമാർ കലശത്തിന് ചുറ്റുമിരുന്ന് സഹസ്രനാമം ചൊല്ലി അർച്ചന കഴിക്കും. ഉച്ചയോടെ ലക്ഷം മന്ത്രങ്ങൾ പൂർത്തിയാക്കും. ഉച്ചപൂജയുടെ സ്നാനകാലത്ത് ലക്ഷാർച്ചനയുടെ ബ്രഹ്മകലശത്തിലെ ഭസ്മം തന്ത്രി അയ്യപ്പന് അഭിഷേകം ചെയ്യും. തുടർന്ന് കളഭാഭിഷേകവും നടക്കും. ഈ മാസം 21 വരെ ദിവസവും ഉദയാസ്തമയ പൂജ, പടിപൂജ, പുഷ്പാഭിഷേകം എന്നിവയുമുണ്ട്. താന്ത്രിക കർമ്മങ്ങളുടെ നിയോഗവുമായി ഇക്കുറി തന്ത്രി കണ്ഠരര് രാജീവരുടെ മകൻ തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം മുഴുവൻ സമയവും തന്ത്രി കണ്ഠരര് രാജീവരോടൊപ്പം ഇക്കുറി ഇവിടെ ശബരിമലയിൽ ഉണ്ടാകുമെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ചിങ്ങമാസ പൂജയ്ക്ക് 2 പേർ കൂടിയാകും സന്നിധാനത്ത് ഈ പൂജകൾക്ക് സാന്നിധ്യം വഹിക്കുക. താഴ്വൺ പടത്തിലെ ധാരണ അനുസരിച്ച് ചിങ്ങം 1 മുതൽ 1 വർഷം കണ്ഠരര് രാജീവരുടെ ഊഴമാണ്. നിറപുത്തരി കഴിഞ്ഞ് നട അടച്ചതോടെ തന്ത്രി മഹേഷ് മോഹനയുടെ ഊഴം കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഈ താന്ത്രിക കർമ്മങ്ങളുടെ പൂർണ്ണ ചുമതല ബ്രഹ്മദത്തനെ ഏൽപ്പിക്കണമെന്ന ഒരു ആഗ്രഹം കൂടി ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വൻ ഭക്തജന തിരക്ക് ഈ ചിങ്ങമാസ പുലരിയിൽ ശബരിമല സന്നിധാനത്തിൽ കാണാനാകുന്നുണ്ട്. പുലർച്ചെ 5-ന് തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ നേതൃത്വത്തിൽ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് ക്ഷേത്രനട തുറന്നതോടെ ആ ചടങ്ങുകൾ, പൂജകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ പുതുവർഷത്തെ ധന്യമാക്കുവാൻ വേണ്ടി സന്നിധാനത്തിലേക്ക് ഭക്തജന ലക്ഷങ്ങൾ ഒഴുകിയെത്തുകയാണ്.